ഗായ്സ്, ഇന്ന് ഞങ്ങൾ പുറത്ത് പോവാണ് ഫ്രണ്ട്സായിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ കാണിച്ചു തരാമേ. ഇപ്പോഴും ഞാൻ നിങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന വീഡിയോ. ഇത് ബാക്ക് വശോ, അവിടെ ഒരു കനാലുണ്ട്. ഞാൻ വരുന്ന ആ വഴി കൂടെ കാണാനില്ല കനാൽ. ആ കനാൽ ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഓരോരുത്തർ സൈക്കിളൊക്കെ ഓടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇപ്പം 3 പേരും കൂടെ ഒരു ബണ്ണൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പോവാണ്. വേഗം വാ അമ്മച്ചിമാർക്ക് ഒരു വണ്ടി വന്നുകൊണ്ട് വേഗം നമുക്ക് നടക്കേണ്ടി വന്നു. എന്നെ ട്രോളുന്ന കണ്ടോ? ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ കുറച്ച് വീടുകളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഫ്ലാറ്റും അങ്ങനത്തെ ഒക്കെ ഏരിയ ആണ്. ഇത് പക്ഷേ പോളിലെ വീടുകളും ഇതൊക്കെയാണ്. ഞങ്ങൾ വന്ന കട പൂട്ടിപ്പോയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പോകുന്നത് ടർഗോവിറ്റിലേക്കാണ്. അപ്പോഴാണ് നമ്മളിവിടെ കടകൾ പോലെ ഒരു പാർട്ടിയാണ് കണ്ടോ, കരടി പോലെ. അത് ഇവിടെ ഒരു കാറ് പോകുന്നുണ്ട്. ആകാശമൊക്കെ നല്ല രസമല്ലേ, ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല രസമാണ്. നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പട്ടി പിന്നെയും കാണാൻ നമുക്ക് പറ്റുമോ നോക്കാം. പക്ഷെ അത് ആ പുല്ലിൻ്റെ ഇടയ്ക്കായിപ്പോയി. ആൻറ്റി അവിടെ ഗാർഡനിങ്ങൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് പട്ടി കിട്ടുമോയെന്ന് അറിയത്തില്ല. അയ്യോ, അവരിങ്ങനത്തെ ഒരു സാധനം കാണാമോയെന്ന് അറിയത്തില്ല. കണ്ടോ, ഇങ്ങനെ വൃക്ഷം പോലെ വെച്ചേക്കുക. അത്രയും വലിയ പട്ടി കണ്ടോ. പക്ഷെ നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്ഥലത്തിൽ കൂടെ ഒക്കെ നടക്കാൻ ഭയങ്കരമായിട്ടൊരു, നമ്മൾ ഈ നാട്ടിൽ കൂടെ ഒക്കെ നടക്കത്തില്ലേ അതുപോലുണ്ട്. നല്ല വീടുകളും അവരെല്ലാം വെളിയിലിരുന്ന് നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതിൻ്റെയൊന്നും. കാരണം എല്ലാവരും ഒക്കെ പ്രൈവറ്റായിട്ട് അവരുടെ വൈകുന്നേരമൊക്കെ എൻജോയ് ചെയ്ത ടൈം എടുക്കണം. അപ്പോൾ വീഡിയോ എടുത്താൽ മോശമാണ്. അപ്പോൾ അവരുടെ പ്രൈവസി മനസ്സിൽ നമുക്കെടുക്കാം. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമ്മളിനി പോകാൻ പോകുന്നത് വിസ്റ്റുല റിവറിലോട്ടാണ്. ഈ മെട്രോ സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ പോകുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നല്ല രസമില്ല. അപ്പം ഒന്ന് വീണ്ടും എടുത്തതാണ്. നല്ല രസമില്ലേ വീട് കാണാൻ, നാട്ടിലെയൊക്കെ സെറ്റപ്പ് പോലെ. എനിക്കിഷ്ടപ്പെട്ടു. ഈ വീട് കണ്ടോ, കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഈ ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഇടയ്ക്ക് DW ബ്രൻസ്കയിലോട്ട് ഇറങ്ങി. അയ്യോ, പ്രാവ് ചത്ത് കിടക്കുന്നു, പാവോടാ. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സ്ഥലങ്ങൾ. ഇവിടുത്തെ ഉണ്ടോ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബസ് ഇതായിട്ടിരിക്കുന്നതായി. കബാബ് ഷോപ്പാണ് ഗൈസ്. നമ്മൾ വിസ്റ്റുല റിവറിൻ്റെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. കണ്ടോ, ആകാശമൊക്കെ നല്ല രസമല്ലേ കാണാൻ, നല്ല രസമായിട്ടുണ്ട്. ആൾക്കാരൊക്കെ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നു. ഞാൻ ഈ വ്ളോഗിൻ്റെ കാര്യം മറന്നേ പോയി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. പിന്നാണ് നിങ്ങളുടെ കാര്യം ഞാൻ ഓർത്ത്. കണ്ടോ, ഇതാണ് സെൻട്രം. അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ആൾക്കാരൊക്കെ പ്രൈവസി ആയിട്ട് ഇരിക്കുന്ന ഒരു മൂമെൻ്റ് ആയിരിക്കും. നമ്മൾ തിരിച്ചു പോകാൻ. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുന്നു. മെട്രോ അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷെ ഞങ്ങളാണെങ്കിൽ
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേ ആ വീഡിയോ ഷോർട്ടായിട്ട് എടുത്തത്. ഇനി ഒരു ദിവസം അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഫ്രണ്ട്സായിട്ട് ഇരുന്നപ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്ന ആരും ഓർത്തുപോയി. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.